നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഒമാൻ ഉൾപ്പെടെ നിരവധി ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. ഇതുമൂലം നിരവധി പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിയത്. തൊഴിൽ നഷ്ടമാകുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രവാസികളെ ഏറെ ദുരിതത്തിലാഴ്ത്തുന്ന മറ്റൊരു തീരുമാനം പുറത്തുവരികയാണ്. ഒമാനിൽ പ്രവാസി തൊഴിലാളികളെ മാറ്റി സ്വദേശികൾക്ക് 1.4 ലക്ഷം തൊഴിൽ ലഭ്യമാക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. 2021 ആദ്യ 3 മാസങ്ങളിൽ 10,000 ഒമാനികൾക്കാണ് ജോലി നൽകിയത്. നിലവിൽ 15 ലക്ഷം പ്രവാസി തൊഴിലാളികളാണ് ഒമാനിലുള്ളത്. ഇവരിൽ 10% പേരെ മാറ്റി ഒമാനി പൗരന്മാരെ ജോലിക്കാരായി നിയമിക്കാൻ കഴിയും. രാജ്യത്തിന്റെ മാനവ വിഭവശേഷി വികസനം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്നും സ്വദേശീവൽക്കരണത്തിലൂടെ തൊഴിൽ കണ്ടെത്തുമ്പോൾ യോഗ്യതയുള്ളവരെ നിയമിക്കാൻ ആവശ്യമായ പരിശീലനം നൽകാൻ മന്ത്രാലയം പരിശ്രമിക്കുമെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് പറഞ്ഞു. ഈ വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ 10,000 ഒമാനികൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. ഈ വർഷം 32,000 പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയുടെ ആദ്യ പടിയാണിത്. സർക്കാർ മേഖലയിലാണ് ഇവയിൽ 4,000 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ സ്വകാര്യ മേഖലയിലെ വിവിധ മേഖലകളിലായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ രാജ്യത്ത് നിന്നുള്ള വിമാന സർവീസുകളാണ് ഒമാൻ നിർത്തലാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്നാണ് അധികൃതർ പറയുന്നത്. ഒമാൻ പൗരന്മാർ, ആരോഗ്യ പ്രവർത്തകർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്കിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒമാനിലെത്തിയത് ആയിരങ്ങളാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ എന്നീ വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. എന്നാൽ വിമാനവിലക്ക് എന്ന് നീങ്ങും എന്നറിയാത്തത് കൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസ് നടത്തിയിരുന്നു. ട്രാവൽ ഏജൻസികൾ സലാം എയറുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു സർവീസ് നടത്തിയത്. കേരളത്തിൽ നിന്നാണ് ചാർട്ടേഡ് വിമാനം ഒമാനിൽ എത്തിയത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിലക്ക് തുടങ്ങുന്ന സമയത്തിനുള്ളിൽ തന്നെ വിമാനങ്ങൾ എത്തിയിരുന്നു. ഒരുമിച്ച് വിമാനങ്ങൾ എത്തിയത് കാരണം PCR പരിശോധന കഴിയാൻ സമയം ഏറെ എടുത്തു. ഒരുപാട് സമയത്തിന് ശേഷമാണ് പലരും റൂമുകളിൽ എത്തിയത് പോലും. ഇത്തരത്തിൽ നിരവധി ദുരിതങ്ങളാണ് പ്രവാസികൾ നേരിടേണ്ടി വരുന്നത്. ജോലി നഷ്ടപ്പെടുമെന്ന ഭയം മാത്രമല്ല, ലക്ഷങ്ങളാണ് ഓരോ യാത്രയ്ക്കും മുടക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.